ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജൻ പാമ്പാടി. ഇന്ന് നിങ്ങളോടൊത്ത് ഷെയർ ചെയ്യുന്നത് ബ്ലാക്ക്ബെറി ജാമാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ബ്ലാക്ക്ബെറി ജാം തയ്യാറാക്കാൻ ഏകദേശം 1 കിലോ ബ്ലാക്ക്ബെറി വേണം. എന്നാലേ നമുക്കൊരു 600-700 ഗ്രാമിന് താഴെ ജാം കിട്ടുകയുള്ളൂ. അപ്പം കഴുകിയെടുത്ത ബ്ലാക്ക്ബെറിയിലേക്ക് നല്ലവണ്ണം 2 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. നേരെ അടുപ്പയിലോട്ട് വെക്കുകയാണ്. വെള്ളമെല്ലാം തോർന്നതിന് ശേഷം അടുപ്പിൽ വെച്ചു ഇളക്കിക്കൊണ്ടിരിക്കുക. ചെറിയ ചൂടിലാണ്, മീഡിയം ചൂട് കൊടുത്തിട്ടുണ്ട്. തന്നെത്താൻ ഉടഞ്ഞു വരും. വെള്ളം ഒട്ടുമ്പോൾ നമ്മൾ ചേർക്കരുത്, ഇതിൽ നിന്ന് തന്നെ വെള്ളം വരും. ആ വെള്ളം മതി പിന്നീട് പറ്റിയെടുക്കാനായിട്ട്. പഞ്ചസാരയും കൂടി ഉള്ളപ്പോൾ അതുകൂടി അടുത്ത് വരും. ഏകദേശം അടുത്ത് തുടങ്ങിയിട്ടുണ്ട്. നല്ലവണ്ണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അത് അടുക്കി പിടിക്കും. നല്ലവണ്ണം ഇളക്കി ഓരോ ബ്ലാക്ക്ബെറി ഉടച്ചു കൊടുക്കണം. ഇതുപോലെ നിറം മാറി നല്ല റെഡ് കളർ വരും. ആദ്യം നമ്മൾ കറുത്താണ് കണ്ടെങ്കിൽ റെഡ് കളറാകും, വീണ്ടും ഇത് ബ്ലാക്കിലേക്ക് മാറും. ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. തീയുടെ അളവ് ഇച്ചിരി കുറച്ചിട്ടുണ്ട്. കാരണം തീ കൂടിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അതിൻ്റെ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കുറുകി വരാൻ തുടങ്ങി. ഏതാണ്ട് 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ബ്ലാക്ക്ബെറി ജാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിൽ മായം ഉണ്ടോ ഇല്ലയോ നമുക്കറിയത്തില്ലോ. അതുകൊണ്ട് തന്നെയാണ് ബ്ലാക്ക്ബെറി നമുക്ക് സുലഭമായി കിട്ടുന്ന സമയങ്ങളിൽ തയ്യാറാക്കാൻ പറ്റുന്നത്. ഏകദേശം ആയി കഴിഞ്ഞിട്ടുണ്ട്. ശകലം കൂടി ഒന്ന് പറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാറാവും. അതിന് മുമ്പായിട്ട് തന്നെ ഒരു കുപ്പി നല്ലവണ്ണം തിളപ്പിച്ച് വെള്ളത്തിലിട്ട് ഉണക്കിയെടുത്ത് വെക്കണം. എന്നിട്ട് അതിൽ വേണം ജാമുകൾ അല്ലെങ്കിൽ അച്ചാറുകൾ പകർന്നു വെക്കാനായിട്ട്. അല്ലാത്ത പക്ഷം അത് പൂത്തു പോകാനോ കനയ്ക്കുവാനോ ഒക്കെ ഇടയാവും. വെള്ളമയം ഒട്ടും വരരുത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കോരി നോക്കുകയാണ് അതിൻ്റെ അളവ് എത്രയായെന്ന്. ഏത് സാധനവും പാകം ചെയ്യുമ്പോൾ അതിൻ്റെ കറക്റ്റ് പാകം വന്നില്ലെങ്കിൽ ആ സാധനം കൊള്ളത്തില്ല. ജാമെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെയായിരിക്കണം. ലൂസായിട്ടത്, എന്നാലൊട്ട് കട്ടിയായി പോവുകയും ചെയ്യരുത്, അലുവ പോലെ ആകരുത്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞു. ഉണ്ടോ, ഇപ്പോൾ ജാം പരുവത്തിലേക്ക് ആയിക്കിരിക്കുകയാണ്. ഇച്ചിരി കഴിയുമ്പോൾ വീണ്ടും അത് ഉറയ്ക്കും. ചൂടാറിക്കഴിഞ്ഞ് വേണം പാത്രത്തിലേക്ക് പകരുവാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ പാത്രത്തിലേക്ക് ഒഴിച്ച് നോക്കി. ജാം താവോട്ട് പോകുന്നില്ല. ചിരിച്ച് നോക്കി, കറക്റ്റ് അവിടെ പിടിച്ചിരിക്കുകയാണ്. ഇതാണ് ജാമിൻ്റെ പാകം എന്ന് പറയുന്നത്. ഇപ്പോൾ സ്റ്റൗ